എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റീസെൻ്റ് ആയിട്ട് നടന്നിട്ടുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇത് വന്നിരിക്കുന്നത് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ ഗ്രേഡ് 2 കേരള സ്റ്റേറ്റ് അസിസ്റ്റന്റ് പബ്ലിക് പ്രോസിക്യൂട്ടർ സർവീസ് ആയിരുന്നു. അതിൻ്റെ കാറ്റഗറി 326/2017 ആയിരുന്നു ഇതിൻ്റെ ഈ കാറ്റഗറി എന്ന് പറയുന്നത്. ഓക്കെ, സോ ഞാൻ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു എക്സാം നടന്നിരിക്കുന്നത് 22 ജനുവരിയിലായിരുന്നു. 22 ജനുവരി 2019 നടന്ന എക്സാമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഞാൻ നേരത്തെ ചെയ്തിട്ടുള്ള 4 വീഡിയോകളും ചേർത്ത് ഇപ്പോൾ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ആഡ് ചെയ്യുന്ന വീഡിയോസ് ആ പ്ലേലിസ്റ്റിൽ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ബാക്കിയുള്ള റീസെൻറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ നിന്നുള്ള GKയും ഇതിൽ നിന്ന് കാണാവുന്നതാണ്. ഓക്കെ, ദെൻ ഇതിൽ നമുക്ക് ഒരു 20 GK ക്വസ്റ്റ്യൻസ് ആണുള്ളത്. അപ്പോൾ ആദ്യത്തെ വരുന്ന നോക്കാം. അയ്യങ്കാളി മെറ്റ് ശ്രീനാരായണ ഗുരു അറ്റ്. അയ്യങ്കാളി മെറ്റ് ശ്രീനാരായണ ഗുരു അറ്റ് ഇരവിപേരൂർ, ബാലരാമപുരം, തിരുവല്ല, ഗുരുവായൂർ. എവിടെ വെച്ചാണ് അയ്യങ്കാളി ശ്രീനാരായണ ഗുരുവിനെ മീറ്റ് ചെയ്തത്? അത് എവിടെ വെച്ചാണ്? ഇതിൻ്റെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഇരവിപേരൂർ, ബാലരാമപുരം, തിരുവല്ല, ഗുരുവായൂരാണ്. അത് എവിടെയാണ്? ഓപ്ഷൻ ബി ആണ്, ബാലരാമപുരത്താണ്. ഓക്കെ, ഹു ട്രാൻസ്ലേറ്റഡ് ദ സ്പീച്ചസ് ഓഫ് കാമരാജ് ഫ്രം തമിഴ് ടു മലയാളം വെൻ എവർ ഹി വിസിറ്റഡ് മലബാർ. ഇപ്പോൾ കാമരാജ് അദ്ദേഹം മലബാർ വിസിറ്റ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിൻ്റെ തമിഴ് ലാംഗ്വേജ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത് ആരാണ്? ആര്യ പള്ളം, ലളിതാ പ്രഭു, അന്ന ചാണ്ടി, AV കുട്ടിമാളു അമ്മ. ആരായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്തത്? AV കുട്ടിമാളു അമ്മയായിരുന്നു. ഹു ഫൗണ്ടഡ് കല്യാണദായിനി സഭ അറ്റ് ആലപ്പുഴ. ആലപ്പുഴയിൽ കല്യാണദായിനി സഭ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പൻ, തൈക്കോട് അയ്യ, VT ഭട്ടതിരിപ്പാട്, വാഗ്ഭടാനന്ദ. ആരാണ് കല്യാണദായിനി സഭ സ്ഥാപിച്ചത്? അതാരായിരുന്നു? ഓപ്ഷൻ എ ആണ്, പണ്ഡിറ്റ് KP കറുപ്പൻ. പണ്ഡിറ്റ് KP കറുപ്പൻ. അടുത്ത ചോദ്യം, വിചാരവിപ്ലവം ഇസ് ദ വർക്ക് ഓഫ്. വിചാരവിപ്ലവം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണ്? N കൃഷ്ണപിള്ള, EV കൃഷ്ണപിള്ള, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, ചങ്ങമ്പുഴ കൃഷ്ണപിള്ള. ആരുടെ വർക്കാണ് വിചാരവിപ്ലവം എന്ന് പറയുന്നത്? വിചാരവിപ്ലവം എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. അടുത്ത ചോദ്യം, വില്യം തോബിയാസ് റിംഗിൾടോപ്പ് ഈസ് റിലേറ്റഡ് ടു. വില്യം തോബിയാസ് റിംഗിൾടോപ്പ് ഈസ് റിലേറ്റഡ് ടു ലണ്ടൻ മിഷൻ സൊസൈറ്റി, സേനാന മിഷനറി, ചർച്ച് മിഷൻ സൊസൈറ്റി, ബേസൽ ഇവാഞ്ചലിക്കൽ മിഷനറി. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുന്നത്? വില്യം തോബിയാസ് റിംഗിൾടോപ്പ് എന്ന് പറയുന്നത് അദ്ദേഹം ലണ്ടൻ മിഷൻ സൊസൈറ്റിയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ലണ്ടൻ മിഷൻ സൊസൈറ്റി. The state bird of Rajasthan. Which is the state bird of Rajasthan? രാജസ്ഥാനിൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? പീക്കോക്ക്, നോർത്തേൺ ഗോശ്വാം, ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ്, പാരറ്റ്. ഏതാണ് വരുന്നത്? രാജസ്ഥാൻ്റെ സ്റ്റേറ്റ് ബേർഡ് എന്ന് പറഞ്ഞത് ദ ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആണ്. ഹു വൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2017? 2017 നൊബേൽ പ്രൈസ് നേടിയത് ആരാണ്? ഹു വൺ ദ നൊബേൽ പ്രൈസ് ഫോർ ലിറ്ററേച്ചർ ഇൻ 2017? കാസുവോ ഇഷിഗുരോ, ആലിസ് മൺറോ, പാട്രിക് മോഡിയാനോ, ബോബ് ഡൈലാൻ. ആരാണ് നേടിയത്? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, കാസുവോ ഇഷിഗുരോ. സൈന നെഹ്വാൾ ഈസ് റിലേറ്റഡ് ടു വോളിബോൾ, ചെസ്, ഹോക്കി, ബാഡ്മിൻ്റൺ. സൈന നെഹ്വാൾ ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ബാഡ്മിൻ്റൺ ആണ്. ബാഡ്മിൻ്റൺ. ഹു ഇൻട്രഡ്യൂസ്ഡ് ദ ഐഡിയ ഓഫ് ലേറ്റ് ക്യാപിറ്റലിസം? ലേറ്റ് ക്യാപിറ്റലിസം എന്ന ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ഏണസ്റ്റ് മാൻഡൽ, മാർഷാൽ, മാൽത്തൂസ്, കീൻസ്. ആരാണ് ലേറ്റ് ക്യാപിറ്റലിസം എന്ന ഐഡിയ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ഏണസ്റ്റ് മാൻഡൽ. ഏണസ്റ്റ് മാൻഡലിൻ്റേതാണ് ലേറ്റ് ക്യാപിറ്റലിസം. ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ, അന്തർദേശീയ മാതൃഭാഷാ ദിനം എന്നാണ്? 23 ഏപ്രിൽ, 1 ജൂലൈ, 22 ഏപ്രിൽ, 21 ഫെബ്രുവരി. എന്നാണ് ഇൻ്റർനാഷണൽ മദർ ടങ് ഡേ അല്ലെങ്കിൽ മദർ ലാംഗ്വേജ് ഡേ എന്ന് പറയുന്നത്. ഇത് പറഞ്ഞിരിക്കുന്നതിൽ ഏതാണ്?
21 ഫെബ്രുവരിയാണ്. അതായത് ഇന്നാണ് 21 ഫെബ്രുവരി എന്ന് പറയുന്നത്. ഇന്ന് ഇൻ്റർനാഷണൽ മദർ ലാംഗ്വേജ് ഡേ ആണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് 11th ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ ആൻസർ പറയുന്നതിന് കുഴപ്പമില്ല, ബട്ട് ഇതിൽ GK ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഒന്ന് ഓടിച്ചു പോകാം. സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഡാഷ് ടു ഡിഫിക്കൽട്ട് ടു കോംപ്രിഹെൻഡ്. 11th വരുന്നത് സം ഓഫ് ദ ക്വസ്റ്റ്യൻസ് വയർ എന്നാണ്. എ ഗുഡ് ടീച്ചർ ഷുഡ് ബി വെൽ അക്വൈൻറ്റഡ് ഡാഷ് ഹിസ് ഓർ ഹെർ സബ്ജക്റ്റ്. എ ഗുഡ് ടീച്ചർ അത് വരുന്നത് വിത്ത് ഹിസ് സബ്ജക്റ്റ്. അക്വൈൻറ്റഡ് കഴിഞ്ഞിട്ട് വിത്ത് ആണ് വരേണ്ടത്. ഐ സോ ഡാഷ് വൺ ഐഡ് മാൻ അറ്റ് ദ ബസ് സ്റ്റോപ്പ് ടുഡേ. ഐ സോ എന്താണ് ആൻഡ് ദ എ ഇതിലെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് വന്നത്? ഇത് ഒത്തിരി തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഐ സോ എ വൺ ഐഡ് മാൻ, ഒരു ഒറ്റ കണ്ണുള്ള മനുഷ്യനെ കണ്ടു എന്നാണ്. ഹി എൻറ്റേർഡ് ദ റൂം ഡാഷ് ആൻഡ് ടുക്ക് ഹിസ് സീറ്റ്. ഹി എൻറ്റേർഡ് ദ റൂം ക്വയറ്റ്ലി ആൻഡ് ടുക്ക് ഹിസ് സീറ്റ്. ദ മെജോറിറ്റി, ക്വയറ്റ്ലിയിലെ ഏത് ക്വയറ്റാണ്? സൗണ്ട് ഉണ്ടാക്കാതെ എന്നുള്ള മീനിങ്ങിലാണ് പറയുന്നത്. ദ മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് അഡ്മിറ്റഡ് ഡ്യൂറിങ് ദിസ് അക്കാദമിക് ഇയർ ആർ. മെജോറിറ്റി ഓഫ് സ്റ്റുഡൻസ് ആർ ഇൻഡസ്ട്രിയസ്. എന്താണ് ഇൻഡസ്ട്രിയസ്? എഡിസൺ സെഡ് ദാറ്റ് ഹി ഡാഷ് ട്രൈ അഗെയിൻ ടു എസ്റ്റാബ്ലിഷ് ഹിസ് ഫൈൻഡിങ്. എന്താണ് എഡിസൺ പറഞ്ഞത്? ഹി വുഡ് ട്രൈ അഗെയിൻ എന്നാണ്. അദ്ദേഹം നേരത്തെ പറഞ്ഞതാണല്ലോ, അപ്പോൾ വുഡ് ട്രൈ അഗെയിൻ. വിനീത ഈസ് ഡാഷ് ദാൻ ഹർ സിസ്റ്റേഴ്സ് രേണു ആൻഡ് സീമ. വിനീത ഈസ് എൽഡർ ദാൻ ഹർ സിസ്റ്റേഴ്സ് എന്നാണ് വേണ്ടത്. ഐ ആം എ ഗ്രമേറിയൻ. അത് കഴിഞ്ഞിട്ട് എന്താണ് ക്വസ്റ്റ്യൻ ടാഗ് വരേണ്ടത്? ആർ ഇൻ ടൈ എന്നാണ്. ആർ ഇൻ ടൈ. പോസിറ്റീവ് പറഞ്ഞാൽ നെഗറ്റീവായിട്ടാണ് ടാഗിൽ വരേണ്ടത്. Which is the one word substitute for the expression a government by a ruler who has unlimited power. A government by a ruler, ഒരു റൂളർ ഭരിക്കുന്ന ഗവൺമെൻറ് who has unlimited power. അതിനെന്താണ് പറയുന്നത്? അത് ഓട്ടോക്രസിയാണ്. ഓട്ടോക്രസി. ടു ബി ഇൻ ദ റെഡ്. ടു ബി ഇൻ ദ റെഡ് എന്ന് വെച്ചാൽ എന്താണ് മീനിങ് വരുന്നത്? ടു ബി ഇൻ ഡെപ്റ്റ് എന്നാണ്. കടത്തിൽ മുങ്ങിയിരിക്കുക. ടു ബി ഇൻ റെഡ്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ. Right to education was inserted in Part 3 of the Constitution by. Right to education Part 3 കോൺസ്റ്റിറ്റ്യൂഷനിൽ വന്നത് ഏത് അമെൻമെൻറ്റ് പ്രകാരമാണെന്നാണ്. അത് ഏത് അമെൻമെൻ്റ് ആണ്? അതിന് ആൻസേഴ്സ് മാത്രം വേഗം പറഞ്ഞു പോകാം. 86th അമെൻമെൻ്റ് ആണ്. ദ റൈറ്റ് ഗ്യാരണ്ടീഡ് അണ്ടർ ആർട്ടിക്കിൾ 32 ക്യാൻ ബി സസ്പെൻഡഡ്. ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അത് സസ്പെൻഡ് ചെയ്യാൻ പറ്റും. എന്ത് പ്രകാരമാണ് വരുന്നത്? വെൻ ദ പ്രൊക്ലമേഷൻ ഓഫ് എമർജൻസി ഈസ് ഇൻ ഓപ്പറേഷൻ. എമർജൻസി ടൈമിലാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ആയി ആർട്ടിക്കിൾ 32 പ്രകാരമുള്ള റൈറ്റ്സിന് സസ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത്. അത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് അതെടുത്തിരിക്കുന്നത്. ദ ഡോക്ട്രീൻ ഓഫ് ഡബിൾ ജെപ്പാർഡി ഇൻ ആർട്ടിക്കിൾ 22 മീൻസ്. ഡോക്ട്രീൻ ഓഫ് ഡബിൾ ജിയോപാർഡി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? No one can be tried and punished more than once for the same offense. ഒരേ കുറ്റത്തിന് ഒരാൾക്ക് പോലും ഒന്നിലധികം തവണ വിചാരണ ചെയ്യാനോ പണിഷ് ചെയ്യാനോ പാടില്ല ഒരാളെ. അതാണ് ഡബിൾ ജിയോപാർഡി. അടുത്തത് ആർട്ടിക്കിൾ 13(2). ആർട്ടിക്കിൾ 13(2) എന്ന് പറഞ്ഞത് എന്താണ്? 24ാമത്തെ ചോദ്യം. ഓക്കെ, അതിൽ വരുന്നത് ആർട്ടിക്കിൾ 13(2) വരുന്നത് ഇതാണ്. It states that state shall not make any law which takes away or abridges the fundamental rights എന്നാണ്. ഇനി ആർട്ടിക്കിൾ 14 പറയുന്നത് എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അത് ആർക്കാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ആർട്ടിക്കിൾ 14 ഗ്യാരണ്ടി ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഫോർ ആർക്കാണ്? ലോ ടു ഓൾ പേഴ്സൺ ലിവിങ് വിത്തിൻ ദ ടെറിട്ടറി ഓഫ് ഇന്ത്യ. The feature power of judicial review is borrowed from which of the following country? പവർ ഓഫ് റിവ്യൂ, ജുഡീഷ്യൽ റിവ്യൂ ഏതിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ അതിൻ്റെ തന്നെ ചെയ്തിരുന്നു. ബോറോയിങ് ഏതൊക്കെ കൺട്രീസിൽ നിന്നാണ്? USA നിന്നാണ് ജുഡീഷ്യൽ റിവ്യൂ എടുത്തിരിക്കുന്നത്. ദ ടേം ഓഫ് പ്രസിഡൻറ്റ് എക്സ്പയർസ്. പ്രസിഡൻറ്റിൻ്റെ ടേം എക്സ്പയർ ചെയ്യുന്നത് എപ്പോഴാണ്? 5 years ഫ്രം ദ ഡേറ്റ് ഓഫ് എൻറ്ററിങ് ഇൻ ടു ദ ഓഫീസ്. 5 years. അടുത്തത് ദ പവർ ടു ഡിസോൾവ് ദ ലോക്സഭ ഈസ് വെസ്റ്റഡ് വിത്ത്. ലോക്സഭ ഡിസോൾവ് ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഓൺ ദ അഡ്വൈസ് ഓഫ് പ്രൈം മിനിസ്റ്റർ ആണ് ലോക്സഭ പിരിച്ചുവിടുന്നത്.
അടുത്തത് പവർ ഓഫ് ദ പ്രസിഡന്റ് ടു ഇഷ്യൂ ആൻ ഓർഡിനൻസ് ഈസ്. ഓക്കെ, ഒരു ഓർഡിനൻസ് ഇഷ്യൂ ചെയ്യാനുള്ള പവർ ഓഫ് ദ പ്രസിഡന്റ് എന്ത് പവറാണ് പറയുന്നത്? ആൻഡ് ദാറ്റ് ഈസ് ലെജിസ്ലേറ്റീവ് പവറാണ്, ലെജിസ്ലേറ്റീവ് പവർ. ഓക്കെ, ട്രീറ്റി മേക്കിംഗ് പവർ ഈസ് കോൺഫേർഡ് അപ്പോൺ. ട്രീറ്റി മേക്കിംഗ് പവർ ഏതിലാണ് വരുന്നത്? പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്കാണ്, പക്ഷേ പാർലമെൻറ്റിൻ്റെ റാറ്റിഫിക്കേഷൻ കൂടി വേണം. ഓക്കെ, അപ്പോൾ ഇതിൽ വേറെ കുറേ ക്വസ്റ്റ്യൻസും ഈ പറഞ്ഞ പോലെ കോൺസ്റ്റിറ്റ്യൂഷനെ ബേസ് ചെയ്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് പബ്ലിക് പ്രോസിക്യൂട്ടറിൻ്റെ പോസ്റ്റിലേക്കാണ്. അപ്പോൾ കുറച്ച് ക്വസ്റ്റ്യൻസ് കോമൺ ആയിട്ട് വരുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ പറഞ്ഞത്. ബാക്കിയൊക്കെ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ള പോർഷൻസ് ആണ് പിന്നെ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, നമ്മൾ സാധാരണ 20 ക്വസ്റ്റ്യൻസ് ആണ് ഇതിനകത്ത് GK വരാറ്. പക്ഷേ ഇതിൽ വന്നിരിക്കുന്നത് ഇതുപോലെ 10 ക്വസ്റ്റ്യൻസ് GK വന്നിട്ട് ഡയറക്റ്റ് GK വന്നിട്ട് അതുപോലെ 10 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷും വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബാക്കി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അതിൽ ഞാനൊരു 10 ക്വസ്റ്റ്യൻസ് ഓളം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ വന്നതും പറഞ്ഞിട്ടുണ്ട്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് ലെസൺ. നിങ്ങൾക്ക് ഈ ലെസൺ ഇഷ്ടമായെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും സജഷൻസും ഒക്കെ അറിയിക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. എന്നാലാണ് നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷൻസും ലഭിക്കുകയുള്ളൂ. സോ താങ്ക് യു വൺസ് അഗെയിൻ.